ഹായ്, എൻ്റെ പേര് റീനു രാജു. ഞാൻ SLBS മാർക്ക്ലാൻഡ്സിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാക്കൽറ്റിയാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ആശുപത്രികൾ, ക്ലിനിക്കുകൾ, നഴ്സിംഗ് ഹോമുകൾ, ലബോറട്ടറികൾ തുടങ്ങിയ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും രോഗനിർണയം വഴിയോ ചികിത്സ വഴിയോ വാക്സിനേഷനുകൾ വഴിയോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ. ആശുപത്രിയിലെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണം ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നിർണായക പങ്കുവഹിക്കുന്നതാണ്. ഫലപ്രദവും കാര്യക്ഷമവുമായ രീതിയിൽ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് വഴി വൃത്തിയുള്ള പരിസ്ഥിതിയും അതുവഴി ആരോഗ്യമുള്ള സമൂഹത്തെയും വാർത്തെടുക്കുന്നു. 1998 ജൂലൈയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം ആദ്യമായി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തുടർന്ന് 2000, 2003, 2011, 2016, 2019 വർഷങ്ങളിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിയമം അമെൻഡ് ചെയ്യപ്പെട്ടു. ഏറ്റവും ഒടുവിലായി 2003 പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നിർമ്മാർജ്ജനം പല ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമതായി സെഗ്രിഗേഷൻ അഥവാ തരംതിരിക്കൽ. ഇൻഫെക്ഷ്യസ്, നോൺ ഇൻഫെക്ഷ്യസ്, രാസമാലിന്യങ്ങൾ എന്നിങ്ങനെ പലതരത്തിൽ ബയോമെഡിക്കൽ വേസ്റ്റുകളെ തരംതിരിച്ചിരിക്കുന്നു. രണ്ടാമതായി കളർ കോഡിംഗ്. ഇത്തരത്തിൽ തരംതിരിച്ചിരിക്കുന്ന വേസ്റ്റ് പ്രത്യേകം കളർ കോഡിലുള്ള ബാഗുകളിൽ അഥവാ കണ്ടെയ്നറുകളിൽ നിക്ഷേപിക്കുന്നു. എവിടെ നിന്നാണോ വേസ്റ്റ് ഉത്ഭവിക്കുന്നത് അതേ പോയിന്റിൽ തന്നെ അത് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളും ഇന്ന് ആശുപത്രികളിൽ സജ്ജീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ 4 തരം കളർ കോഡുകളുള്ള കണ്ടെയ്നറുകൾ അഥവാ ബാഗുകളാണ് ഇന്നുള്ളത്. യെല്ലോ, റെഡ്, ബ്ലൂ, വൈറ്റ് പഞ്ചർ പ്രൂഫ് ബോക്സ്. ഇതിൽ യെല്ലോ അഥവാ മഞ്ഞ ബോക്സുകളിൽ ഇൻഫെക്ഷ്യസ് നോൺ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അതിൽ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റുകൾ, ആനിമൽ അനാട്ടമിക്കൽ വേസ്റ്റുകൾ, കെമിക്കൽ വേസ്റ്റുകൾ, ഡിസ്കാർഡഡ് ലിനൻ, ലബോറട്ടറി വേസ്റ്റുകൾ, മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. റെഡ് അഥവാ ചുവന്ന ബോക്സുകളിൽ പ്രധാനമായും ഇൻഫെക്ഷ്യസ് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് നിക്ഷേപിക്കുന്നത്. IV കാനുലകൾ, കത്തീറ്ററുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. വൈറ്റ് പഞ്ചർ പ്രൂഫ് ബോക്സുകളിൽ നീഡിലുകളും, ബ്ലൂ കളർ ബോക്സുകളിൽ ഷാർപ്പ് അഥവാ ഗ്ലാസ് വസ്തുക്കളുമാണ് നിക്ഷേപിക്കുന്നത്. കളർ കോഡഡ് ബാഗുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വേസ്റ്റുകളെ സംഭരിക്കുക എന്നതാണ് മൂന്നാമത്തെ ഘട്ടം. 250 ബെഡിനു മുകളിൽ ബെഡ് ഒക്യുപ്പൻസിയുള്ള വലിയ ആശുപത്രികളിൽ 8 മുതൽ 10 മണിക്കൂറിനുള്ളിലും, നഴ്സിംഗ് ഹോമുകൾ പോലെയുള്ള ചെറിയ ആശുപത്രികളിൽ 24 മണിക്കൂറിനുള്ളിലും ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അടുത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ. ലീക്ക് പ്രൂഫ് കണ്ടെയ്നറുകളിൽ കളക്ട് ചെയ്യപ്പെട്ട മാലിന്യങ്ങൾ സംസ്കരണത്തിനായി കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആശുപത്രികളിൽ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ IMAയുടെ നേതൃത്വത്തിൽ ഇമേജ് എന്ന് പറയുന്ന ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണശാല സ്ഥാപിച്ചിരിക്കുന്നു. പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇമേജ് അഥവാ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഈ ഫെസിലിറ്റി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആശുപത്രികളിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ ഇത്തരം മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് സംസ്കരണത്തിനായി എത്തിക്കുന്നു. തുടർന്ന് അവിടെ അതിൻ്റെതായ രീതിയിൽ ഓരോ മാലിന്യങ്ങളും പ്രത്യേകം സംസ്കരിക്കുന്നു. സെഗ്രിഗേഷൻ, കളക്ഷൻ, ഡിസ്പോസൽ തുടങ്ങിയ ഓരോ ഘട്ടങ്ങളിലും ഓരോ എംപ്ലോയിയും ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും അതിനായി എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രെയിനിങ് വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. മാലിന്യം ജനറേറ്റ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ സംസ്കരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയും ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയും കൃത്യമായ ഇടവേളകളിൽ ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ നടത്തുന്ന ഓഡിറ്റുകളുടെ ഫലമായി ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാനും തുടർന്ന് അത് നിയമം വഴി ഉറപ്പുവരുത്താനും സാധിക്കും. വൃത്തിയുള്ള പരിസ്ഥിതിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഓരോ പൗരന്റെയും ഉത്തരവാദിത്വത്തിന് ഈ ഒരു നിയമം മുതൽക്കൂട്ടാണ്. ഇത്തരത്തിൽ ജോയിന്റ് ആയിട്ടുള്ള ഒരു ടീം എഫേർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഓരോ വ്യക്തികളുടെ ഭാഗത്തു നിന്നും ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ലക്ഷ്യം സബലീകരിക്കാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.